എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ വിയറ്റ്നാം സൂപ്പർ എയർലി ചക്കയാണ്. ഇത് നമ്മൾ വെച്ചിട്ട് 3 വർഷമായി. 3 വർഷം നമുക്ക് ചക്ക തരുന്നുണ്ട്. പ്രാവശ്യം ഒരു ചക്ക ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇത് ഞാനൊന്ന് പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. മുകളിലൊന്ന് വെട്ടി കൊടുത്തു. കാരണം അത് ഹൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ചക്ക ഒരുപാട് മുകളിലായിട്ടുണ്ടെങ്കിൽ ചക്ക കിട്ടൂല. അതുകൊണ്ട് നമ്മൾ പ്രൂൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് തടി, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് വളമൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചെറുതായിട്ടൊക്കെ മഴ പെയ്യുന്നുണ്ട്. നമുക്കിനി പുതിയ കമ്പുകളൊക്കെ ഒന്ന് കോതിക്കൊടുത്ത് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തണം. കണ്ടില്ലേ? ഈ പുതിയ കമ്പുകളിലൊക്കെ ഇനി ചക്ക ഉണ്ടാവാനുള്ളതാണ്. ഇവിടെയൊക്കെ ചക്ക വന്നതായിരുന്നു. ചക്കൊക്കെ കൊഴിഞ്ഞു പോയി. ഒരു ചക്ക മാത്രമേ പിടിച്ചുള്ളൂ. കണ്ടില്ലേ? ഇതിലൊക്കെ ചക്ക വന്നതായിരുന്നു. ഇതൊക്കെ ചക്ക കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അവസാനം മുകളിൽ ഒരാൾ ഉണ്ടായിട്ടുള്ളത് കണ്ടില്ലേ? അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ പ്രാവശ്യം ഉണ്ടായിട്ടുള്ള ചക്ക. ഇത് രണ്ടിനേക്കായി നമുക്ക് വലിയൊരു ചക്കയാണ് പ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. നമ്മളിതിൽ ചാണകപ്പൊടി, എല്ലുപൊടി ഇതൊക്കെയാണ് വളമായിട്ട് ഇട്ട് കൊടുക്കാറ്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് തടമൊക്കെ എടുത്ത് കുറച്ച് കൂടുതൽ എല്ലുപൊടി, ചാണകപ്പൊടി, പിന്നെ വേപ്പൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്കൊപ്പാടെ മിക്സാക്കി നമുക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ അടുത്ത സീസൺ ആകുമ്പോഴത്തേന് ചക്ക ഒരുപാടുണ്ടാവും. കണ്ടില്ലേ? പിന്നെ നമുക്ക് ഇവിടെ ഉണ്ടായി നിൽക്കുന്നത് നമ്മളുടെ സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ. സ്റ്റാർ ഫ്രൂട്ട് ഇവിടെ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഇത് ഒരെണ്ണല്ലേ ഉള്ളൂ. ഇത് മുകളിലൊക്കെ ഇഷ്ടമാതിരി കൊല കുത്തി ഉണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല മഞ്ഞ കളറായിട്ട് നിൽക്കുന്നത്. ഇത് നമ്മളുടെ സ്റ്റാർ ഫ്രൂട്ട് സ്വീറ്റാണ് കേട്ടോ. സാധാ പുളിയുള്ള സൈസല്ല, നല്ല മധുരമുള്ള സൈസാണ്. കണ്ടില്ലേ? ഇലയുടെ അടിയിലായ കാരണം കാണൂല അത് ശരിക്കും. ഇത് നമ്മൾ ഈ പ്ലാവ് വെച്ച മാതിരി 3 വർഷമായിട്ടുള്ളൂ വെച്ചിട്ട്. ഓൾ സീസണാണ്, എപ്പോഴും ഉണ്ടാവും. ഇതിൻ്റെ മുകളിലൊക്കെ ഉണ്ടായി നല്ല നിൽക്കുന്നുണ്ട്. ഇതാണ് മരം. കണ്ടില്ലേ? ഇവിടെയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഇതങ്ങനെ പഴുത്ത് വരുന്നുണ്ട്. നല്ല മഞ്ഞ കളറായിട്ടുണ്ടെങ്കിൽ നല്ല മധുരം ഉണ്ടാവും. സ്റ്റാർ ഇവിടെ രണ്ടെണ്ണം മഞ്ഞ കളറായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ? കണ്ടോ? ഇത് പഴുത്തിട്ടുണ്ട്. പിന്നെ അത് നമ്മുടെ നാടൻ ചാമ്പ. ഇത് വെറുതെ കുരു കുഴിച്ചിട്ടുണ്ടായതാട്ടാ. കണ്ടില്ലേ? നല്ല മധുരമുള്ള നാടൻ ചാമ്പയാണ്. നമ്മൾ റൂബിക്ക ഇവിടെ ഉണ്ട്. റൂബിക്ക ആയിട്ടില്ല. റൂബിക്ക പ്രാവശ്യം കായ്ച്ചിരുന്നു, ഇപ്പം ഉണ്ടായിട്ടില്ല റൂബിക്ക. പിന്നെ നമ്മൾ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ദന്തപാല വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇല എടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലിട്ടാൽ ഒരാഴ്ചയായിട്ട് ഇട്ട് വെച്ചിട്ട് വെയിലത്ത് വെച്ചാൽ ആ വെളിച്ചെണ്ണ വയലറ്റ് നിറാവുമെന്നാണ് പറയുന്നത്. അതൊക്കെ തലയിൽ തേച്ചാൽ മുടിയൊക്കെ പെട്ടെന്ന് വളരും എന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ നമ്മളുടെ സീഡ്ലെസ് ലെമൺ ഇവിടെ ആകെ കാട് കെട്ടി നിൽക്കുന്നുണ്ട്. പക്ഷേ കായുള്ളതായിരുന്നു നമ്മൾ മേടിച്ചിരുന്നത്. ഇതുവരെ ഒന്നും കായ പോകുന്നൊന്നും ഉണ്ടായിട്ടില്ല. വലുതായി പോകുന്നുണ്ട്. നോക്കാം, നമുക്ക് ഉണ്ടാവുന്നില്ലെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം. 4 എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ. പിന്നെ നമ്മളുടെ രമ്പക്ക ഇതുണ്ട് കേട്ടോ അവിടെ. അത് പറയാൻ വിട്ടുപോയി നിങ്ങൾക്ക്. രമ്പക്ക ഒരുപാടുണ്ടായിട്ടുണ്ട്. ഇതില്ലേ? ഇത് നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന ബിരിയാണി കൈത അതാണത്. അതും ഒരുപാടുണ്ടായിട്ടുണ്ട് അവിടെ. കാട് കെട്ടിയിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് തൈകളും പറിച്ചെടുക്കണം. കണ്ടില്ലേ? അവിടെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ വേരുമൊന്നും ഉണ്ടായിക്കോളും. നമ്മൾ നാടൻ കൈതലൊക്കെ കാണുന്ന മാതിരി തന്നെ വേരുമൊന്നും ഇങ്ങനെ ഉണ്ടായി വരുന്ന സാധനമാണത്.
ഒരുപാട് ആൾക്കാർ തൈ ചോദിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ കൊടുക്കണം. ഒന്ന് മഴ പെയ്തതിന് ശേഷം കൊടുക്കുക വിചാരിച്ചിട്ടാണ്. മുന്നേ കൊടുത്തതൊക്കെ ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞു, കാരണം നല്ല ചൂടല്ലേ. അപ്പോൾ മഴ ഒന്നുകൊണ്ട് പെയ്തതിന് ശേഷം നമുക്കിതൊന്ന് എല്ലാവർക്കും കൊടുക്കുക. ഇഷ്ടമാതിരി ഉണ്ട്. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ വെള്ളം തിളപ്പിക്കണേ കിട്ടുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒന്നും വേണ്ട, നമ്മളിതൊന്ന് പൊട്ടിച്ചിട്ട് കയ്യിലിട്ട് നന്നായി ഒന്ന് വരതിയിട്ട് കുറച്ച് ഇറങ്ങിയിട്ട് നമ്മൾ കയ്യൊന്ന് മണത്ത് നോക്കിയാൽ നല്ല നെയ്ച്ചോറിൻ്റെ അല്ലെങ്കിൽ ബിരിയാണിയുടെ ഒക്കെ ഒരു സ്മെല്ലുണ്ടാവും. ബിരിയാണിയുടെ അരിയുടെ ഒക്കെ സ്മെല്ലില്ലേ, അതുണ്ടാവും. ഇതൊക്കെയാണ് നമ്മളിന്ന് വീട്ടിലുണ്ടായിട്ടുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകളുടെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തത്. പിന്നെ നമ്മളുടെ ഇതെന്താണെന്ന് പറയുക, ആ നാട്ടിൽ പറയും മുള്ളൻ ചക്ക എന്ന് പറയും, അവിടെ എന്താ പറയുന്നത് അറിയില്ല കേട്ടോ. അതൊരു 4 തൈ നമ്മൾ വെറുതെ വെച്ചതായിരുന്നു. 4 തൈയും ഇവിടെ ഉഷാറായിട്ട് ഇതിൻ്റെ അടിയിൽ ഉണ്ടായിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ നമ്മളുടെ ആഫ്രിക്കൻ മല്ലി ഉണ്ട്, പിന്നെ വേപ്പുണ്ട്, മുരിങ്ങയൊക്കെ നമ്മളൊന്ന് വെട്ടി പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഒരുപാട് മുകളിൽ പോയാൽ നമുക്ക് ഇല കിട്ടില്ലേ, അപ്പോൾ ഇങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തുകയാണെങ്കിൽ മുരിങ്ങമ്മ നമുക്ക് ഇല ഉണ്ടാകുമ്പോൾ നമുക്ക് പൊട്ടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ മുരിങ്ങ അങ്ങോട്ട് ഹൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഇല കിട്ടില്ല, ഒക്കെ കൊഴിഞ്ഞ് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും മുരിങ്ങ വെക്കുമ്പോൾ മുരിങ്ങ ഇങ്ങനെ വെട്ടി നിർത്തുക. അങ്ങനെ ആകുമ്പോൾ എന്താവും, നമുക്ക് ഇല വെട്ടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഇല ഒന്നും കിട്ടില്ല. കണ്ടില്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ. നമ്മൾ ഈ പ്ലാവൊന്നും ഒരുപാട് ഹൈറ്റിലേക്ക് വിടരുത്. വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചക്ക പറിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഹൈറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് കൈയ്യിൽ തന്നെ പൊട്ടിക്കാം. ഇപ്പോൾ അടുത്ത വർഷം ഇവിടെ താഴൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കും. നമ്മൾ നന്നായിട്ട് വളമൊക്കെ കൊടുത്ത് നന്നായിട്ട് നനച്ചു കൊടുത്താലേ ഉഷാറായിട്ടുണ്ടാവും. കണ്ടില്ലേ, പ്ലാവ് ചെറിയൊരു കമ്പിൽ പോയിട്ടാണ് അവരുണ്ടായിട്ടുള്ളത്. കണ്ടില്ലേ, അതൊക്കെ ഉണ്ടായിരിക്കുന്നത് ഉണ്ടായിട്ട് അതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് വന്നിക്കുക. പിന്നെ അടുത്ത വർഷം നമ്മൾ നന്നായിട്ട് വളം ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും. ഇത്രയാണ് നമ്മളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.